ട്രാവലിനെ കുറിച്ച് പറയുമ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു കുഞ്ഞിനെയും കൊണ്ട് എത്ര മാസമാകുമ്പോഴത്തേക്കും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാമെന്ന്. ബേസിക്കലി അതിന് ഭയങ്കരമായിട്ടൊരു ഇത്ര പ്രായമെന്നുള്ളതല്ല. 6 മാസത്തിൽ താഴെ പ്രായമുള്ളൊരു കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പലരും എബ്രോഡൊക്കെ ജോലി ചെയ്യുന്നവർക്ക് 6 മാസത്തിന് മുമ്പ് തന്നെ ട്രാവൽ ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്പം നമുക്ക് ഇൻ്റർനാഷണൽ പേഷ്യൻസ് ഒക്കെ ഉള്ളപ്പോൾ അവർ ഏകദേശം 1.5 to 2 kg ആകുമ്പോൾ മക്കളെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ഈ എയർ പ്രഷർ ബാലൻസ്. ടേക്ക് ഓഫിൻ്റെ ലാൻഡിങ്ങിൻ്റെ സമയത്ത് യൂസ്റ്റേഷൻ ട്യൂബിന് ബ്ലോക്ക് വരുന്നതിനെ തുടർന്ന് ഇവർക്ക് ഭയങ്കരമായിട്ട് ചെവി വേദന വരികയും എക്സസീവ് ക്രൈ ഇറിറ്റബിലിറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചെവിയിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഇയർ പ്ലഗ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ കുഞ്ഞു കുട്ടികൾക്ക് ഏറ്റവും ഈസി എന്ന് പറയുന്നത് നമ്മൾ അവരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ആ സമയത്ത് അത്യാവശ്യം ഈവൻ നമ്മൾ സ്റ്റെറൽ പ്രിക്കോഷൻസിൽ ബോട്ടിൽ ഫീഡ് ചെയ്യുകയും ചെയ്യുക. ബിക്കോസ് ആ മൂവ്മെൻറ്റ്സ് വരുമ്പോൾ ആ ചെവിയുടെ വേദന കുറയുന്നതായിരിക്കും. സെക്കൻഡ് തിങ് ഈസ് ബേബീസ് ആ പ്രഷറുമായിട്ട് അക്ലിമേറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഓക്കെ ആവും. അത്യാവശ്യം ബേബിക്ക് വേണ്ട മെഡിസിൻസ്, ബേബിയുടെ ബേബി ബാഗ്, ഡയപ്പർ, എക്സ്ട്രാ ക്ലോത്ത്സ്, നമ്മൾ അത്യാവശ്യം നമ്മൾക്ക് എടുക്കത്തക്ക രീതിയിലുള്ള സകല സാധനങ്ങൾ നമ്മൾ ഈസിലി ആക്സസബിൾ ആയിട്ട് കയ്യിൽ കരുതുക. ഒരു ചെറിയ കുഞ്ഞിനെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ കുഞ്ഞിന് മൂക്കടപ്പ് വരാം, അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷക്കോള് കാണിക്കാം, പനി കാണിക്കാം, അല്ലെങ്കിൽ എക്സസീവ് ക്രൈ ഇറിറ്റബിലിറ്റി കാണിക്കാം. അപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള ബേസിക് മെഡിക്കേഷൻസ് എല്ലാം തന്നെ കയ്യിൽ കരുതാൻ ശ്രമിക്കുക. അത്യാവശ്യം വേണ്ട എല്ലാ എക്സ്ട്രാ മെറ്റീരിയൽസ് ലൈക്ക് ക്ലോത്ത്സ്, ഡയപ്പർ ചേഞ്ചിനുള്ളതൊക്കെ കരുതുകയും ചെയ്യുക.